വെൽക്കം, തഹമനാണ്. ഈ വീഡിയോ സുക്രാൾഫേറ്റ് എന്ന് പറയുന്ന മരുന്നിനെ കുറിച്ചിട്ടാണ്. ആൻഡ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആന്റി അൾസർ ഡ്രഗ് വീഡിയോ സീരീസിലാണ്. എങ്കിലും സുക്രാൾഫേറ്റിന് വയറ്റിലുള്ള അൾസർ, ഗ്യാസ്ട്രിക് കാർഡിയോഡനൽ അൾസർ അല്ലാതെ മറ്റു പല ഭാഗത്തെയും മുറിവുകൾക്കെതിരെ പ്രവർത്തനം. സോ നമുക്ക് അപ്പൊ അതും പറയണം. സോ സുക്രാൾഫേറ്റിനെ കുറിച്ച് മാത്രം നമുക്ക് ആദ്യം പറയണം. ദെൻ സുക്രാൾഫേറ്റ് വിത്ത് ഓക്സിറ്റൈൻ ഓർ ഓക്സിറ്റൈസേൻ എന്ന് പറയുന്ന മരുന്നുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന കാര്യം പറയണം. ഇതൊരു ലോക്കൽ അനസ്തെറ്റിക് ആണ്. ആൻഡ് മറ്റൊരു ലോക്കൽ അനസ്തെറ്റിക് ആണ് ലിഗ്നോകെയ്ൻ ആൻഡ് ലിഡോകെയ്ൻ. അത് മാറി ചേർക്കുന്നുണ്ട്, അതിനെ കുറിച്ച് പറയണം. ദെൻ സുക്രാൾഫേറ്റ് വിത്ത് ഡോംപെരിഡോൺ എന്ന് പറയുന്നത് ചിലപ്പോൾ അൾസറിൽ തന്നെ ആയിരിക്കും ഉപയോഗിക്കുക, അതിനെ കുറിച്ച് പറയണം. ദെൻ സുക്രാൾഫേറ്റ് ക്യാൻ ബി കമ്പൈൻഡ് വിത്ത് മെട്രോണിഡസോൾ ഓർ ടിനിഡസോൾ, അപ്പൊ അതിനെ കുറിച്ച് പറയണം. ചിലപ്പോൾ മെട്രോണിഡസോൾ ടിനിഡസോളിന്റെ കൂടെ ലിഗ്നോകെയ്നോ ലിഡോകെയ്നോ ഒക്കെ കണ്ടേക്കാം. ദെൻ ചിലപ്പോൾ ഇതിനൊപ്പം പോവിഡോൺ അയഡിനും കൂടി ചേർത്തേക്കാം. ആൻഡ് ഇതും ഒക്കെ ചേർത്തിട്ട് ഉള്ള കോമ്പിനേഷൻസും ലഭ്യമായിരിക്കും. സോ നമുക്കപ്പോൾ ആദ്യം സുക്രാൾഫേറ്റ് എന്താണെന്ന് പറയാം, സുക്രാൾഫേറ്റിന്റെ ആക്ഷൻസും സുക്രാൾഫേറ്റ് ഒറ്റയ്ക്ക് എങ്ങനെ കൊടുക്കുക എന്ന കാര്യം പറയും. ദെൻ പിന്നീട് കോമ്പിനേഷൻസിനെ കുറിച്ചും ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറയാം. ആന്റി അൾസർ ഡ്രഗ്സിൽ സുക്രാൾഫേറ്റ് നമ്മൾ പറയുന്നത് ഈ മരുന്ന് ഒരു അൾസർ പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ്. സോ ദിസ് ഡ്രഗ് ഈസ് ആൻ അൾസർ പ്രൊട്ടക്റ്റീവ്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേര് നമ്മൾ പറഞ്ഞത് സൈറ്റോ പ്രൊട്ടക്റ്റീവ് എന്നാണ്. സൈറ്റോ പ്രൊട്ടക്റ്റീവ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ വേറൊരു മരുന്ന് നമ്മൾ പറഞ്ഞു ബിസ്മത്ത് ആണ്, കൊളോയിഡൽ ബിസ്മത്ത് സബ്സിട്രേറ്റ്, അത് നമ്മൾ പറഞ്ഞു. സോ അതേപോലെയുള്ള ഒരു അൾസർ പ്രൊട്ടക്റ്റീവ് ആൻഡ് സൈറ്റോ പ്രൊട്ടക്റ്റീവ് മരുന്നാണ്. സോ ഇവ അൾസർ ഉള്ള വ്രണം ഉള്ള ഭാഗത്ത് ഒട്ടിപ്പിടിച്ച ആസിഡിൽ നിന്ന് സംരക്ഷിക്കും. ആൻഡ് സുക്രാൾഫേറ്റിന്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുക്രോസ് ആണ്. AL ഈസ് ഫോർ അലൂമിനിയം ആണ്. ഫേറ്റ് നമ്മുടെ സൾഫേറ്റ് ആണ്. സോ ഇസ് എ പോളിമർ, എല്ലാം കൂടി ചേർന്നതാണ്. അലൂമിനിയം ഉണ്ട്, സൾഫ്രോസ് ഉണ്ട്, സൾഫേറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന മൂന്ന് സംഭവം കൂടി ചേർന്ന സംഭവമാണ് ഈ സുക്രാൾഫേറ്റ് എന്ന് പറയും. സോ സുക്രാൾഫേറ്റ് നമ്മൾ മരുന്നായിട്ട് വായിലൂടെ കഴിക്കാന്ന് വിചാരിച്ചാൽ നമ്മുടെ ആമാശയത്തിൽ വെച്ച് സ്റ്റൊമക്കിൽ വെച്ചിട്ട് അത് അവിടുത്തെ pH 4 താഴെ വെച്ചിട്ട് ഇവ പോളിമറൈസ് ചെയ്ത് കട്ടിപിടിച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. സോ അൾസർ ഇപ്പോൾ ഒരു മുറിവ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെയാണ് മുറിവ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അൾസർ ഉള്ള ഭാഗത്ത് അൾസറിന്റെ ബേസിൽ അൾസർ ഉള്ള ഭാഗത്തിന് ചുറ്റും ഇവ വന്ന് ഒട്ടിച്ചേരുന്നു. അൾസർ ബേസിൽ ഇവ വന്ന് ഒട്ടിച്ചേരുന്നു. സോ അൾസർ ബേസിന്റെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് പോലെ, ഇങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഇവിടെയൊക്കെ ഒട്ടിച്ചേരാം അൾസർ ഉണ്ടെങ്കിൽ. സോ അതൊരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് പോലെ രൂപപ്പെടുകയും സോ അൾസറിൽ നിന്ന്, സോ വയറ്റിലുള്ള HCl നിന്നും ആൻഡ് വയറ്റിൽ തന്നെയുള്ള പെപ്സിനിൽ നിന്നും അല്ലെങ്കിൽ ലിവറിൽ നിന്ന് ഇങ്ങനെ വരുന്ന ബൈൽ, ഇതിൽ നിന്നെല്ലാം ഈ വ്രണത്തിനെ സംരക്ഷിക്കും. പരിക്കുണ്ടാവില്ല, കൂടുതൽ പരിക്കുണ്ടാവും. സോ മുറിവ് ഓർ വ്രണം വേഗത്തിൽ തന്നെ ഇവ ഉണക്കാനായിട്ട് സാധിക്കും. വേഗത്തിൽ ഈ മുറിവുകളെ ഉണങ്ങാനായിട്ട് സഹായിക്കും. അതാണ് ഇവയുടെ പ്രവർത്തന രീതി എന്ന് പറയുന്നത്. പക്ഷെ ഈ മരുന്ന് മറ്റൊരു സൈറ്റ് പ്രൊട്ടക്റ്റീവ് ആയിട്ട് നമ്മൾ പറഞ്ഞ ബിസ്മത്ത്, കൊളോയിഡൽ ബിസ്മത്ത് സബ്സിട്രേറ്റ് പോലെ അൾസർ ഉണ്ടാക്കുന്ന H. പൈലോറിക്കെതിരെ പ്രത്യേകിച്ച് എന്തെങ്കിലും ആക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്തരം ആക്ഷൻസ് ഒന്നും. ഇനി അൾസറിൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ വായിലൂടെ കഴിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഈ മരുന്ന് നമ്മൾ H2 ബ്ലോക്കേഴ്സ് എന്ന് വെച്ചാൽ റാനിറ്റിഡിൻ പോലെയുള്ള മരുന്നുകൾ, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് എന്ന് വെച്ചാൽ ഒമിപ്രസോൾ, ലാൻസോപ്രസോൾ, ഒമിപ്രസോൾ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ, അതിനൊക്കെ ഒരുമിച്ച് ഒരേ സമയം കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം അത് കൊടുത്തു കഴിയുമ്പോൾ സ്റ്റൊമക്കിലെ pH കൂടും, pH വർദ്ധിക്കും, ഓർ ആൽക്കലൈൻ ആകും. അപ്പൊ ഈ മരുന്നിന്റെ എഫക്റ്റീവ്നെസ് പോകും, ഇൻഎഫക്റ്റീവ് ആകും. ഇവ തമ്മിൽ ക്രോസ് ലിങ്കിങ് ഓർ കട്ടപിടിക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനെ പാട പോലെ രൂപപ്പെടാൻ പറ്റില്ല എന്നുള്ളത്. സോ അപ്പോൾ മറ്റ് അൾസർ മരുന്നുകൾ ഒരുമിച്ച് ഒരേ സമയം ഉപയോഗിക്കും. ഇനി ഈ മരുന്നുണ്ടാക്കുന്ന സൈഡ് എഫക്ട് എന്ന് പറയുന്നത് വായിലൂടെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്, മലബന്ധമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ആൻഡ് പല മരുന്നുകളുടെയും ഇതിങ്ങനെ ഇരിക്കുമ്പോൾ പല മരുന്നുകളുടെയും ആഗിരണം കുറയ്ക്കാനും ഈ മരുന്നിന് കഴിയും. പക്ഷേ ഈ മരുന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒന്ന് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അബ്സോർഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇറ്റ് ഈസ് നോട്ട് ബീൻ അബ്സോർബ്. കുറേ ഒന്നും അബ്സോർഷൻ ഇല്ല, എങ്കിലും കുറച്ച് അലൂമിനിയം ഒക്കെ ഉള്ളതുകൊണ്ട് അബ്സോർബ് ചെയ്തേക്കാം. സോ റീനൽ ഫെയിലിയർ ഉള്ളവരിൽ ഇതിലെ അലൂമിനിയം ആഗിരണം മൂലം കുറച്ച് അലൂമിനിയം ഓവർലോഡ് ഉണ്ടാകും. സോ അലൂമിനിയം ഇതിൽ നിന്ന് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ റീനൽ ഫെയിലിയർ, കിഡ്നി രോഗികളിലൊക്കെ ആണെങ്കിൽ അലൂമിനിയം കൂടിയിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ മറ്റ് അലൂമിനിയം ചേർന്ന ആന്റാസിഡ്സ് നമ്മൾ കൂടെ കഴിക്കുകയാണ്, ജലൂസിലോ അല്ലെങ്കിൽ നമ്മുടെ ഡൈജീനോ അങ്ങനെയൊക്കെയുള്ള അലൂമിനിയം ചേർന്ന ആന്റാസിഡ്സ് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ സോ അലൂമിനിയത്തിന്റെ എമൗണ്ട് കൂടുതലാകാം. അപ്പോൾ അതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി ഈ അലൂമിനിയം മൂലം ഫോസ്ഫേറ്റ് അല്ല, നമ്മുടെ ഫോസ്ഫേറ്റ്, ശരീരത്തിന്റെ ഫോസ്ഫേറ്റിന്റെ ആഗിരണം കുറയ്ക്കാനായിട്ട് പറ്റും. അത് അലൂമിനിയം മൂലമുള്ള ഒരു പ്രശ്നമാണ്. സോ ശരീരത്തിലെ ഫോസ്ഫേറ്റ് നില താഴത്തേക്ക് വരും, ഫോസ്ഫേറ്റ് നില കുറയും. സോ തുടർച്ചയായിട്ട് ദീർഘനാൾ ഇതിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫോസ്ഫേറ്റ് കുറയുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമാണ് ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഇതങ്ങനെ നമ്മൾ സ്ഥിരം ദീർഘനാൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, എങ്കിലും അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അലൂമിനിയം മൂലം ഇങ്ങനെ പ്രശ്നമുണ്ടാകാം. ആൻഡ് ഈ മരുന്നിന് പേഷ്യന്റ് കംപ്ലയൻസ് ഭയങ്കര കുറവാണെന്നുള്ളത്. സോ ഒരു ആന്റി അൾസർ ആയിട്ട് മരുന്നുകൾ ഈ പേഷ്യൻസ് അധികം കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. സോ അൾസറിൽ ഈ മരുന്ന് രോഗികൾക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മരുന്നാണെങ്കിലും ഉപയോഗം കുറവാണ് അൾസറിൽ മറ്റു മരുന്നുകൾ
മരുന്നുകളെ അപേക്ഷിച്ച്. സോ ഡോസ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് 1 ഗ്രാമാണ്. 1 ഗ്രാം വീതം 4 നേരമാണ്. ആക്റ്റീവ് ബ്ലീഡിംഗ് അൾസർ ഒക്കെ ഉണ്ടെങ്കിൽ 1 ഗ്രാം വീതം 4 നേരമാണ്. മെയിൻ്റനൻസിന് 1 ഗ്രാം വീതം 2 നേരമായിരിക്കാം നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയത് ആന്റാസിഡ്സ് എന്ന് പറയുന്ന മരുന്നും ഒരുമിച്ച് ഒരേ സമയം ഉപയോഗിക്കാൻ പറ്റില്ല. ആന്റാസിഡ്സ് കഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഇതാണ് സുക്രാൾഫേറ്റ് എന്നും പറയുന്ന മരുന്ന് നമ്മൾ അൾസറിന് ഉപയോഗിക്കുമ്പോൾ, ഒറ്റയ്ക്ക് ഉപയോഗിക്കുമ്പോൾ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ സുക്രാൾഫേറ്റ് അൾസർ പ്രൊട്ടക്റ്റീവ് ഒരു പാട പോലെ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു എന്ന് നമുക്കറിയാം. സോ അപ്പം നമ്മൾ സുക്രാൾഫേറ്റിനൊപ്പം നമ്മൾ അടുത്ത മരുന്ന് കോമ്പിനേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ മരുന്ന് നമ്മൾ ഡോംപെരിഡോണിനെ കുറിച്ച് പറയാം. സോ ഡോംപെരിഡോൺ എന്ന മരുന്ന്, സോ ഇതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഛർദിൽ വിരുദ്ധ മരുന്നാണ്, ഛർദിൽ തടയുന്ന മരുന്നാണ്. നമ്മൾ ഇതിനെ പ്രോകൈനറ്റിക് എന്ന് വിളിക്കാം. പ്രോകൈനറ്റിക് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ആമാശയമാണെങ്കിൽ ആമാശയത്തിൽ നിന്ന് ഇവിടെ ഫുഡ് ഉണ്ടെങ്കിൽ ഇതിനെ വേഗം ചലിപ്പിച്ചിട്ട് ഉള്ള ഫുഡിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തള്ളി നീക്കുന്ന തരം പ്രവർത്തനത്തെയാണ് നമ്മൾ പ്രോകൈനറ്റിക് എന്ന് പറയും. ആൻഡ് ഇത് ഓൾസോ ദിസ് ഡോംപെരിഡോൺ ഒരു ഡോപ്പമിൻ വിരുദ്ധ മരുന്ന് കൂടിയാണ്. സോ ഇത് ആക്ട് ചെയ്യുന്നത് ബ്രെയിനിലുള്ള CTZ മെഡുല്ലയിലേക്കുള്ള കീമോ റിസപ്റ്റർ ട്രിഗർ സോൺ എന്ന് പറയുന്ന ഛർദിലൊക്കെ ഇങ്ങനെ ഓക്കാനം ഛർദിലൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ പോയി അവിടെയുള്ള റിസപ്റ്റർ ഡോപ്പമിൻ റിസപ്റ്ററിനെ തടയുന്ന മരുന്ന്. സോ അപ്പോൾ ഇത് നമ്മൾ രണ്ടും കൂടി ചേർത്ത് ഉപയോഗിക്കുന്നത് അൾസർ പോലെയുള്ള അസുഖങ്ങളിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഡിയോഡിനൽ അൾസർ ഉള്ളവരിലും അല്ലെങ്കിൽ ആസിഡിറ്റി കൂടുതലുള്ളവരിലും ഓക്കാനം ഛർദി അങ്ങനെയൊക്കെ ഉണ്ടാകുന്നവരിലും അല്ലെങ്കിൽ ഇങ്ങനെ ഓക്കാനം ഛർദിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതും അത് നമ്മുടെ പ്രത്യേക അസുഖത്തെ കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സുക്രാൾഫേറ്റും ഡോംപെരിഡോണും നമ്മൾ ചേർത്ത് ഉപയോഗിക്കും. സോ സുക്രാൾഫേറ്റ് ഇവിടെ ഒരു പാട പോലെ ഇരിക്കുകയും ചെയ്യും, ആസിഡിറ്റി ഒക്കെ കുറച്ച് കുറയ്ക്കുകയും ചെയ്യും, ആൻഡ് ഡോംപെരിഡോൺ ഛർദിൽ ഓക്കാനൊക്കെ കുറയ്ക്കുകയും ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സുക്രാൾഫേറ്റ് പ്ലസ് ഡോംപെരിഡോൺ എന്ന് പറയുന്ന മരുന്ന് ചേർത്ത്, 2 മരുന്നുകൾ ചേർത്ത് കമ്പൈൻഡ് ആയിട്ട് ഉപയോഗിക്കുക. സിറപ്പായിട്ടാണ് കൂടുതൽ ലഭിക്കുക, വായിലൂടെ കഴിക്കുകയായിരിക്കും. ആൻഡ് ഇത് ഉപയോഗിക്കുന്നത് 18 വയസ്സിൽ താഴെയുള്ള മുതിർന്നവരിലാണ് ഉപയോഗം, അല്ലെങ്കിൽ മിനിമം 35 കിലോ ഭാരമെങ്കിലും വേണം. സോ ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, പിള്ളേരിലൊന്നും ഉപയോഗിക്കാറില്ല. ആൻഡ് മരുന്നിന് പ്രശ്നം വായവരൾച്ച ഉണ്ടാക്കാം, വായവരൾച്ച ഡ്രൈ മൗത്ത് ഉണ്ടാക്കാം, ദെൻ വയറിളക്കം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം. ഇതിന് കോൺസ്റ്റിപ്പേഷൻ ആണ് നമ്മൾ പറഞ്ഞു. സോ ചിലപ്പോൾ മലബന്ധം അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും വയറിളക്കം ഉണ്ടാക്കാം, ദെൻ തളർച്ച, ക്ഷീണം, മയക്കം എന്നിവയൊക്കെ ഉണ്ടാക്കാം. അത് ഡോംപെരിഡോൺ മൂലമാണ്. സോ നമ്മൾ സൂക്ഷ്മ ശ്രദ്ധ വേണ്ട ജോലിക്കാർ, ഇപ്പോൾ ഉദാഹരണത്തിന് വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാർ കഴിയുന്നത് ഈ മരുന്ന് കഴിച്ചിട്ട് അത് ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആ പണിയൊക്കെ ചെയ്യാതിരിക്കുക. ആൻഡ് ഡോംപെരിഡോൺ വേറെയും പല ആക്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഡോംപെരിഡോൺ എന്ന് പറയുന്ന വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട്. സോ ഇതാണ് ഡോംപെരിഡോൺ പ്ലസ് സുക്രാൾഫേറ്റ് ആസ് എ പ്രോകൈനറ്റിക് അൾസർ പോലുള്ള പ്രശ്നങ്ങളിലാണ് ഉപയോഗിക്കുക. ഇനി അപ്പോൾ രണ്ടാമത്തെ കോമ്പിനേഷൻ നമുക്ക് പറയേണ്ടത് സുക്രാൾഫേറ്റ് തന്നെയാണ്. സുക്രാൾഫേറ്റ് പ്ലസ് ഓക്സിറ്റിക്കെയിൻ. ഓക്സിറ്റിക്കെയിന് വേറൊരു പേരുണ്ട്, ഓക്സി തന്നെയാണ്, ഓക്സിതാസീൻ എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ആൻഡ് ഇത് ഒരു ലോക്കൽ അനസ്തെറ്റിക് ആണ്, വായിലൂടെ കഴിക്കാവുന്ന ഒരു ലോക്കൽ അനസ്തെറ്റിക് ആണ് ഓക്സിറ്റിക്കെയിൻ ഓർ ഓക്സിതാസിൻ എന്ന് പറയും. സോ ഇത് ചേർത്ത് സസ്പെൻഷൻ കുപ്പിമരുന്നായിട്ടായിരിക്കും ലഭിക്കുക. സോ ഇറ്റ്സ് കുപ്പിമരുന്ന്, കുപ്പിയിൽ ഇങ്ങനെ സസ്പെൻഷൻ ആയിട്ടാണ് സുക്രാൾഫേറ്റ് പ്ലസ് ഓക്സിറ്റിക്കെയിൻ നമുക്ക് കിട്ടുക. സോ ഇത് ഓക്സിറ്റിക്കെയിന്റെ പണി എന്ന് വെച്ചാൽ ഒരു ലോക്കൽ അനസ്തെറ്റിക് ആണെന്ന് പറഞ്ഞു. ലോക്കൽ അനസ്തെറ്റിക് എന്ന് പറയുമ്പോൾ അത് വേദനയുള്ള ഭാഗത്ത് മരവിപ്പുണ്ടാക്കുന്ന ഒരു ലോക്കൽ അനസ്തെറ്റിക്. സോ ലോക്കൽ അനസ്തെറ്റിക്. ആൻഡ് ഓക്സിറ്റിക്കെയിന് കുറച്ച് ആന്റി ആസിഡിറ്റി, ആസിഡിന്റെ സെക്രീഷൻ കുറയ്ക്കുന്ന പണിയും കൂടി കുറച്ച് ചെയ്യുന്ന മരുന്നാണ് ഓക്സിറ്റിക്. സോ ഇത് ചില ജലൂസിൽ MPS എന്നൊക്കെ പറയുന്ന പോലെ വേറെ ഒരു ഇതാണ്, മുക്കെയിൻ ജെൽ എന്ന് പറയുന്ന അതിനകത്തും ഈ ഓക്സിറ്റിക്കെയിൻ തന്നെയാണുള്ളത്. സോ ഒരു നംബ്നെസ്, ഒരു മരവിപ്പ് ഉണ്ടാക്കുന്ന ലോക്കൽ അനസ്തെറ്റിക് ആയിട്ട് വേദനയുള്ള ഭാഗത്ത്. അപ്പോൾ ഇപ്പോൾ അൾസർ ആണെന്ന് വിചാരിക്കുക, അൾസർ ഇവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഡിയോഡിനൽ അൾസർ ആണെങ്കിലും. സോ ഇത് പാട പോലെ, നമ്മുടെ സുക്രാൾഫേറ്റ് പാട പോലെ ഇവിടെ ഇരിക്കും. അപ്പോൾ അതിനെ ചുറ്റും ഈ പാട ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിനകത്ത് ഓക്സിറ്റിക്കെയിൻ വരികയാണെങ്കിൽ അത് കൂടുതൽ നേരം ഇവിടെ പ്രവർത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ പാട പോലെ ഇങ്ങനെ പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. സോ രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ എഫക്റ്റ് ആയിരിക്കും. ഇപ്പോൾ സുക്രാൾഫേറ്റ് മുറിവുള്ള ഭാഗത്ത് കൂടുതൽ ഒട്ടിച്ചേർന്നിരിക്കുമ്പോൾ ഓക്സിറ്റിക്കെയിൻ കൂടുതൽ നേരം അവിടെ പ്രവർത്തിച്ചിട്ട് അവിടെ മരവിപ്പ് ഉണ്ടാകുകയും വേദന കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുക പെപ്റ്റിക് അൾസറിൽ നമുക്ക് ഉപയോഗിക്കാം, പലതരം ഡിയോഡിനൽ, ഗാസ്ട്രിക് ഓർ ഡിയോഡിനൽ രണ്ടിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഹൈപ്പർ ആസിഡിറ്റി കണ്ടീഷൻസിൽ നമുക്ക് ഉപയോഗിക്കാം. ഹേർട്ട് ബേണിൽ നമുക്ക് ഉപയോഗിക്കാം, നെഞ്ചിരിച്ചിൽ എന്ന് പറയും. ദഹനക്കേട്, ഇൻഡൈജഷൻ, ഗ്യാസ്ട്രൈറ്റിസ്, GERD അങ്ങനെയൊക്കെയുള്ള ഈ ഇത്തരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആസിഡ് പെപ്റ്റിക് ഡിസീസസ് ആ സംഭവത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്ന്. സോ ഇത് കഴിക്കേണ്ടത് ഭക്ഷണത്തിന് 1 മണിക്കൂർ മുൻപായിരിക്കണം, അല്ലെങ്കിൽ ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് കഴിച്ചില്ലെങ്കിൽ 2 മണിക്കൂർ ശേഷം, ആഫ്റ്റർ 2 hours. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. സോ ഇതാണ് സുക്രാൾഫേറ്റ് പ്ലസ് ഓക്സിറ്റിക്കെയിൻ ഓർ ഓക്സിതാസിൻ എന്ന് പറയും. ഇനി ഓക്സിറ്റിക്കെയിൻ പോലെയുള്ള ഒരു ലോക്കൽ അനസ്തെറ്റിക് ആണ് ലിഡോക്കെയിൻ അല്ലെങ്കിൽ ലിഗ്നോക്കെയിൻ എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ വായിലൂടെ കൊടുക്കാനല്ല ഉപയോഗിക്കുക, നമ്മൾ പുറത്ത് മുറിവുകൾ അല്ലെങ്കിൽ GI ട്രാക്കിൽ തന്നെ ഇപ്പോൾ മലദ്വാരത്തിലേക്കുള്ള അവിടേക്കുള്ള മുറിവുകളിലൊക്കെ ആയിരിക്കും നമ്മൾ ലിഡോക്കെയിൻ ഓർ ലിഗ്നോക്കെയിൻ
ലിഗ്നോക്കിൻ ഉപയോഗിക്കുക. വായിലൂടെ ഗുളികയായിട്ട് കഴിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സസ്പെൻഷനായിട്ട് കഴിക്കുന്ന രീതിയിലല്ല സാധാരണ രീതിയിൽ ഇത് ഉപയോഗിക്കും. ഇതും ഒരു ലോക്കൽ അനസ്തെറ്റിക് തന്നെയാണ്. ഇതാണ് ഫേമസ് ലോക്കൽ അനസ്തെറ്റിക്. പക്ഷേ ഇത് മറ്റു ഉപയോഗങ്ങളാണ്. ഇപ്പോൾ സ്കിന്നിലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഹെമറോയിഡ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലായിരിക്കാം ഉപയോഗിക്കുക. ഇനി പുരട്ടുന്ന രൂപത്തിൽ വരുന്ന പല മരുന്നുകളിലും ഇപ്പോൾ സുക്രാൾഫേറ്റിനൊപ്പം വരുന്ന ഒരു മരുന്നാണ് മെട്രോനിഡസോൾ എന്ന് പറയുന്നത്. മെട്രോനിഡസോൾ എന്ന് പറയുന്ന ഒരു മരുന്ന്. ആൻഡ് മെട്രോനിഡസോളിനൊപ്പം ചിലപ്പോൾ പോവിഡോൺ ആഡിൻ എന്ന് പറയുന്ന മരുന്നും ചേർത്ത് വരാം. ഈ മെട്രോനിഡസോളിന് പകരം സമാനമായിട്ടുള്ള ഒരു മരുന്നാണ് ടീനിഡസോൾ. മെട്രോനിഡസോൾ അല്ലെങ്കിൽ ടിനിഡസോൾ ആയിട്ടായിരിക്കും. ആൻഡ് എന്താണ് ഈ മെട്രോനിഡസോൾ? മെട്രോനിഡസോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ആന്റിബയോട്ടിക് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ ആന്റി മൈക്രോബിയൽ മരുന്നാണ്, ആന്റി പ്രോട്ടോസോവൽ മരുന്നാണ്, ആന്റി അമീബിക് മരുന്നാണ്. വിവിധ തരം ബാക്ടീരിയകൾക്കെതിരെ, ഫംഗൈക്കെതിരെ, പ്രോട്ടോസോവൽക്കെതിരെയൊക്കെ പ്രവർത്തനമുള്ള മരുന്നാണ് ഈ മെട്രോനിഡസോളും. സമാനമായിട്ടുള്ള മരുന്നാണ് ടിനിഡസോൾ. പോവിഡോൺ ആഡിൻ എന്ന് പറയുന്നത് നമ്മളൊരു ആന്റിസെപ്റ്റിക് മരുന്നാണ്. വേറും പുറമേയൊക്കെ പുരട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ആന്റിസെപ്റ്റിക് ആണ്. ഇതിനെക്കുറിച്ച് പ്രത്യേകം വേറെ വീഡിയോ ചെയ്യാം. സോ ഇതിൽ നിന്ന് പോവിഡോൺ ആഡിൽ നിന്ന് ആഡിൻ പതിയെ ഇങ്ങനെ റിലീസ് ചെയ്തിട്ടാണ് ഇതിന് ആന്റി ബാക്ടീരിയൽ ഓർ ആന്റി മൈക്രോബിയൽ ആക്ഷൻ കിട്ടുക. ഇത് വിവിധ തരത്തിലുള്ള മുറിവുകളിൽ ഇൻഫെക്ഷൻസ്, മുറിവുണ്ട്, അത് അവിടെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, അണുബാധ ഉണ്ടാവാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. അപ്പോൾ ഏത് തരം വൂൺസിലും നമുക്ക് ഉപയോഗിക്കാം. അൾസറിൽ നമുക്ക് ഉപയോഗിക്കാം, ചെറിയ ചെറിയ ബേൺസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം, പൊള്ളൽ ഉപയോഗിക്കാം, ചെറിയ തരം കട്ട്സ്, അബ്രേഷൻസ്, സ്കിൻ അബ്രേഷൻസ് അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഇത് വൈഡായിട്ട് ഉപയോഗിക്കുന്നത് പോസ്റ്റ് സർജിക്കൽ ഓപ്പറേഷനൊക്കെ ചേർന്നിട്ടുള്ള ഡ്രസ്സിങ്സിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ പോസ്റ്റ് കോസ്മെറ്റിക് പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് നമ്മൾ വൈഡായിട്ട് വരുന്ന മരുന്നാണ്. ഡയബറ്റിക് ഫുഡ് അൾസറിൽ നമുക്ക് ഉപയോഗിക്കാം, ബെഡ് സോറിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ മറ്റ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആൻഡ് ഇംപെറ്റിഗോയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ മുറിവ്, പഴുപ്പുണ്ടെങ്കിൽ അവിടെയെല്ലാം, ഏതരം മുറിവുകളായാലും പഴുപ്പുണ്ടെങ്കിൽ അവിടെയൊക്കെ ഉപയോഗിക്കാവുന്ന മരുന്നാണ്. അപ്പോൾ സുക്രാൾഫേറ്റ് മിക്കവാറും ഒരു 7% ആയിരിക്കാം. മെട്രോനിഡസോൾ, ടിനിഡസോൾ സാധാരണ 1% ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോമ്പിനേഷൻ ആയിരിക്കാം. ഇത് സാധാരണ 5-10 ഒക്കെ ആയിരിക്കും. സാധാരണ 5% ആയിരിക്കാം ഉപയോഗിക്കുക. പോവിഡോൺ അയഡിൻ എന്ന് പറയുന്ന ആന്റിസെപ്റ്റിക്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഉപയോഗിക്കാവുന്നത് നഖങ്ങളിൽ, പാരോനിക്കിയ എന്ന് പറയുന്ന കണ്ടീഷൻ, നഖങ്ങളിലുള്ള പ്രശ്നം പാരോനിക്കിയ. ഹെയർ ഫോളിക്കിൾസിലാണെങ്കിൽ സൈക്കോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻസിൽ ഉപയോഗിക്കാം. ദെൻ ചെവിയിൽ നമുക്ക് ഇൻഫെക്ഷൻ, ഓട്ടൈറ്റിസ് എക്സ്റ്റേണയിൽ ഉപയോഗിക്കാം. ദെൻ ക്യൂട്ടേനിയസ് കാൻഡിഡിയാസിസ് എന്ന് വെച്ചാൽ ഒരു ഫംഗൽ ഡിസീസ് ആണ്. പറങ്കുലോസിസ് എന്ന് പറയുന്ന സ്കിൻ കണ്ടീഷൻസിൽ ഉപയോഗിക്കാം. ചിലപ്പോൾ ടീനിയ ഇൻഫെക്ഷൻ, ടീനിയ എന്ന് വെച്ചാൽ പുഴുക്കടി, വളങ്കടി എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെയുള്ള ഇൻഫെക്ഷൻസിൽ വരെ നമുക്ക് എന്തായാലും വിവിധ തരം മുറിവുകൾ, അണുബാധ അങ്ങനെയൊക്കെ ഉള്ളതിനകത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സോ സുക്രാൾഫേറ്റ് ഇവിടെ എല്ലാം ഈ മരുന്നിനെ അവിടെ കൂടുതൽ നേരം ഒട്ടിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. ദെൻ മെട്രോനിഡസോൾ പ്ലസ് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ചിലപ്പോൾ പോവിഡോൺ ആഡിൻ ഉണ്ടാവണമെന്നില്ല, നമുക്ക് മുഖക്കുരുവിൽ നമുക്ക് ഉപയോഗിക്കാം. റോസേസേ ഓർ ആക്നി അങ്ങനെയുള്ള മുഖം ഇങ്ങനെ ചുമന്ന് ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ റോസേസേ എന്ന് പറയുന്നത്. ആക്നി നമ്മുടെ മൂക്കുരുവാണ്. സോ ഡ്രസിൻ ഒരു ട്രേഡ് നെയിമാണ് ഞാൻ പറയുന്നത്. പോവിറെക്സ്ലൈസ്, പോവിട്രാക്സ്, സോ ഇങ്ങനെയൊക്കെയുള്ള പോവിസൻസോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിവിധ ട്രേഡ് നെയിമിൽ ഇങ്ങനെയുള്ള കോമ്പിനേഷൻസ് നമുക്ക് ലഭ്യമാണ്. ഇനി മറ്റൊരു കോമ്പിനേഷൻ, സമാന കോമ്പിനേഷനാണ്. ഇത് സുക്രാൾഫേറ്റ് തന്നെയാണ്. ഇവിടെ മെട്രോനിഡസോൾ ആകാം, അല്ലെങ്കിൽ ടിനിഡസോൾ ആകാം. ദെൻ ഇതിനൊപ്പം നമ്മൾ ചേർക്കുന്നത് ലിഗ്നോക്കെയിൻ ഓർ ലിഡോക്കെയിൻ, അല്ലെങ്കിൽ നമുക്ക് അവയെ ലിഡോക്കെയിൻ എന്ന് വിളിക്കാം. ലോക്കൽ അനസ്തെറ്റിക് ആണ്, വേദന കുറയ്ക്കുന്ന മരുന്ന്. സോ ഇത് ലിഗ്നോക്കെയിൻ ഓർ ലിഡോക്കെയിൻ നമ്മൾ പറഞ്ഞു, ലോക്കൽ അനസ്തെറ്റിക് പോലെയുള്ളതാണ്, വേദന കുറയ്ക്കും. സോ സുക്രാൾഫേറ്റും മെട്രോനിഡസോളും വഴി കൂടുതൽ വരികയാണെങ്കിൽ ആ വേദന ഉള്ള ഭാഗത്ത് കൂടുതലായിട്ട് ഗുണകരമായിരിക്കും. സോ ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പെരി റെക്ടൽ ഏരിയാസിലാണ്, അല്ലെങ്കിൽ റെക്ടൽ ഏരിയാസിലാണ്, ഏനോ റെക്ടൽ ഡിസീസസിലാണ്. ഏതൊക്കെയാണ് ഇവിടെ? ഓയിൻമെന്റ് അല്ലെങ്കിൽ ക്രീം അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. സോ ദീസ് ആർ യൂസ്ഡ് ആസ് ഓയിൻമെന്റ് ഓർ ക്രീം ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു. മറ്റേതും ഓയിൻമെന്റ് ക്രീം ഒക്കെ ആയിരുന്നു അത് ഉപയോഗിക്കുന്നത് ഏനൽ ഫിഷേഴ്സിൽ, വിള്ളൽ അല്ലെ, അവിടെ മലദ്വാരത്തിലൊക്കെ വിള്ളൽ, അല്ലെങ്കിൽ ഏനൽ ഫിസ്റ്റുല എന്ന് പറയുന്ന കണ്ടീഷൻ. ഫിസ്റ്റുല എന്ന് വെച്ചാൽ രണ്ട് ഭാഗങ്ങൾ ഇങ്ങനെ കൂടി ചേർന്നൊക്കെ ഇരിക്കുകയാണ്. ദെൻ ഹെമറോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലക്കുരുന്നോ അർഷസ്ന്നോ ഒക്കെ പറയുന്ന കണ്ടീഷൻസിലാണ്. ആൻഡ് ഏനോ റെക്ടൽ ബ്ലീഡിങ് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിലുകളിൽ പൈൽസ്, ഫിസ്റ്റുല, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളിലാണ് നമ്മൾ ലിഗ്നോക്കെയിൻ ആൻഡ് ഓർ മെട്രോനിഡസോൾ പ്ലസ് സുക്രാൾഫേറ്റ് ചേർത്ത്. അപ്പോൾ അവിടെയൊക്കെ സുക്രാൾഫേറ്റ് ആണ് നമ്മൾ പ്രധാനമായിട്ടും. സുക്രാൾഫേറ്റ് ചേരുന്നത് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മരുന്ന് അവിടെ കൂടുതൽ ഒട്ടിച്ചിരിക്കും, അവിടെയുള്ള പഴുപ്പുകളുള്ള സാധ്യത കുറയും. ഈ മരുന്ന് അവിടുത്തെ വേദന കുറയ്ക്കും. ചിലപ്പോൾ പോവിഡോൺ ആഡിനും ചിലപ്പോൾ ചേർത്ത് വന്നേക്കാം. ഇതെല്ലാം ഏനോ റെക്ടൽ ഡിസീസസ് കണ്ടീഷൻസിലാണ് ഉപയോഗിക്കുക. സോ ഈ മരുന്ന് അങ്ങനെ ഉപയോഗിക്കുന്നവർ ഇത് ഓയിൻമെന്റ് ഒക്കെ ആയിട്ട് റെക്ടലിലാണ്, മലദ്വാരത്തിനകത്തേക്കാണ് ഇത് ഉപയോഗിക്കുക. സോ മലദ്വാരത്തിൽ ഈ മരുന്ന് അവിടെ ഇരിക്കണം. ഇപ്പം നമ്മൾ ലാക്സേറ്റീവ്സ്, വയറിളക്കാനുള്ള മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അത് അങ്ങോട്ട് ഇളകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്.
നല്ലതാണ്. സോ കഴിയുന്നപ്പോൾ ലാക്സേറ്റീവ്സ് ഈ മരുന്ന് കൊടുക്കുന്ന സമയങ്ങളിൽ ഉപയോഗിക്കരുത്, ഗുണം നഷ്ടപ്പെടും. ദെൻ പോവിഡോനായിഡിനെ കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ വേറെ പറയണം. ആൻഡ് ലിഗ്നോക്കിനെ കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൻഡ് മെട്രോണിഡസോളിനെ കുറിച്ചും വേറെ വീഡിയോ ഞാൻ ചെയ്തു. സോ ഇതൊക്കെയാണ് കോമ്പിനേഷൻസ് വിത്ത് സുക്രാൾഫേറ്റ്. സുക്രാൾഫേറ്റിന് കൂടെ ഉപയോഗിക്കുന്ന മറ്റു മരുന്നുകൾ. സോ സുക്രാൾഫേറ്റിന്റെ ഒട്ടിച്ചേർന്നിരിക്കുന്ന ഗുണമാണ് ഇതിനകത്തെല്ലാം നമ്മൾ പ്രയോജനപ്പെടുന്നത്. സോ ഗുളികയായിട്ട് വായിലൂടെ കഴിക്കാം, അല്ലെങ്കിൽ സസ്പെൻഷനായിട്ടായിരിക്കും കഴിക്കുക. അതെല്ലാം വായിലൂടെയാണ്. അതല്ലാതെ നമുക്ക് പുറമേക്ക് ഓയിൻമെന്റ് പോലെയൊക്കെ പരട്ടാനും നമുക്ക് ഇത് ഉപയോഗിക്കാം. കോസ്മെറ്റിക്സിലും ചിലപ്പോൾ ഇത് ചേർത്തേക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സുക്രാൾഫേറ്റ് ആൻഡ് സുക്രാൾഫേറ്റ് കോമ്പിനേഷൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.